मैं नरेंद्र दामोदर दास मोदी നരേന്ദ്ര ദാമോദർ ദാസ് മോദി അങ്ങനെ മൂന്നാം തവണയും ഇന്ത്യയുടെ അമരത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വീണ്ടും ശ്രീ നരേന്ദ്രമോദി എത്തുമ്പോൾ മറ്റൊരു നേട്ടം കൂടി അദ്ദേഹത്തിന് തേടിയെത്തിയിട്ടുണ്ട്. 3 തവണ തുടർച്ചയായി പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്ന രണ്ടാമത്തെ ആളാണ് ശ്രീ നരേന്ദ്രമോദി. ശ്രീ ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3 തവണ പ്രധാനമന്ത്രിയായിരിക്കുകയാണ് ശ്രീ മോദി. എന്നാൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രി നെഹ്റുവാണ്. 17 വർഷമാണ് നെഹ്റു പ്രധാനമന്ത്രിയായി തുടർന്നത്. രണ്ടാമത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. 16 വർഷത്തോളം ഇന്ദിരാഗാന്ധിയും പ്രധാനമന്ത്രിയായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസിന്റെ അധീനതയിലായിരുന്നു എല്ലാ കാലത്തും ഇന്ത്യ രാജ്യം. അതുകൊണ്ട് തന്നെയാണ് ശ്രീ ജവഹർലാൽ നെഹ്റു 16 വർഷം തുടരെ ഇന്ത്യ ഭരിച്ചത്. ചോദ്യം ചെയ്യാൻ പോലും പറ്റാത്ത ശക്തിയായി കോൺഗ്രസ് ഇന്ത്യയിൽ വളർന്നു പന്തലിച്ചു. പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് അടിയന്തരാവസ്ഥക്കാലം വരികയും പിന്നീട് കോൺഗ്രസിൽ നിന്ന് പിളർപ്പുണ്ടാവുകയും കോൺഗ്രസിന്റെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങുകയും ചെയ്തു. നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും ശേഷം ഒരു സമഗ്രാധിപത്യമുള്ള നേതാവ് രാജ്യം ഭരിച്ചത് നരേന്ദ്രമോദിയാണ് എന്ന് പറയാം. കാരണം 1989 ശേഷം ഒരു രാഷ്ട്രീയ കക്ഷികൾക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ 2014 മോദി സർക്കാർ, അതായത് BJP സർക്കാർ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി വിജയിച്ചു. ദേശീയ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറി. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി. അന്ന് BJPക്ക് മാത്രം 283 സീറ്റുകൾ ഉണ്ടായിരുന്നു. 2019 അത് ആവർത്തിച്ചു. സീറ്റുകൾ വർദ്ധിച്ചു. മോദി പ്രഭാവമെന്നും മോദി തരംഗമെന്നും വിശേഷിക്കപ്പെട്ടു. പാർട്ടിയിലും മുന്നണിയിലും രാജ്യത്തും പരാജയപ്പെടാത്ത ഒരു വൻ ശക്തിയായി നരേന്ദ്രമോദി വളർന്നു. അങ്ങനെ അവസാനം 2024 പാർലമെന്റ് ഇലക്ഷനിൽ മോദി വിരുദ്ധർ, അതായത് BJP വിരുദ്ധർ എല്ലാവരും ഒരു കുടക്കീഴിൽ അണിനിരക്കാൻ തുടങ്ങി. അവർ ഇന്ത്യ മുന്നണി രൂപീകരിച്ചു. പ്രാദേശിക പാർട്ടികൾ നിരനിരയായി ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്കേറി. ഇന്ത്യ മുന്നണി ഒരുപാട് പദ്ധതികളിട്ട് മോദിയെ പൂട്ടാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ജനവിധി വരുന്നതിന് മുമ്പ് വലിയ പ്രതീക്ഷകളായിരുന്നു NDA എന്ന മുന്നണി ഇന്ത്യയിൽ വച്ചു പുലർത്തിയിരുന്നത്. മോദി തരംഗം വീണ്ടും ആഞ്ഞുവീശുമെന്ന് എക്സിറ്റ് പോളുകൾ പറഞ്ഞു. എന്നാൽ അത്രത്തോളം വോട്ടിംഗിൽ കാണാൻ കഴിഞ്ഞില്ല എന്നത് വാസ്തവമാണ്. എന്നിരുന്നാലും ഭരിക്കാനുള്ള സംഖ്യ അവർക്കുണ്ടായിരുന്നു. ഇന്ത്യ മുന്നണിക്ക് ഒരു ഓളം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. ഒരുപക്ഷെ ഭാരതത്തിലെ ജനങ്ങൾക്കിടയിൽ ഇന്ത്യ മുന്നണിക്കും ഒരു സ്ഥാനമുണ്ട് എന്ന് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. നരേന്ദ്രമോദിക്ക് സത്യത്തിൽ UPയിലാണ് അടിപതറിയത് എന്ന് നമുക്കറിയാം. അവിടെയാണ് ചില സത്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. UPയിൽ ആരാണ് ഭരിക്കുന്നത്? BJPയുടെ തന്നെ സർക്കാരാണ് UPയിലുള്ളത്. അതായത് ശ്രീ യോഗി ആദിത്യനാഥ്. നരേന്ദ്രമോദി കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരാൻ ഏറ്റവും കൂടുതൽ യോഗ്യത കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് യോഗി ആദിത്യനാഥിനാണ്. അതുകൊണ്ട് തന്നെ ചില വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണമാണ് UPയിൽ BJPക്ക് സീറ്റ് കുറയാൻ കാരണമെന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളതും ഏറ്റവും കൂടുതൽ പാർലമെന്റ് മണ്ഡലങ്ങളുള്ളതും ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശ് പിടിച്ചാൽ രാജ്യഭരണം പിടിക്കാമെന്നതാണ് ആപ്തവാക്യം. ഉത്തർപ്രദേശിൽ BJP പിന്നോട്ട് പോയതാണ് BJPയുടെ സീറ്റുകളുടെ ഏറ്റവും വലിയ നഷ്ടമെന്ന് കണക്കാക്കുന്നു. 2019 തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ 80 സീറ്റുകളിൽ 62 സ്വന്തമാക്കിയായിരുന്നു BJPയുടെ മുന്നേറ്റം. എന്നാൽ ഇന്ത്യ മുന്നണിയും സമാജ്വാദി പാർട്ടിയും വളരെ വലിയ മുന്നേറ്റമാണ് ഈ പ്രാവശ്യം ഉത്തർപ്രദേശിൽ നടത്തിയത്. 37 സീറ്റുകൾ സമാജ്വാദി പാർട്ടി സ്വന്തമാക്കി. 62 സീറ്റുകൾ ഉണ്ടായിരുന്ന BJP വെറും 33 സീറ്റുകളിൽ ഒതുക്കപ്പെട്ടു. ഇതുതന്നെയായിരുന്നു BJPക്കും NDA മുന്നണിക്കും ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയത്. BJPക്കുള്ളിൽ തന്നെ നരേന്ദ്രമോദിക്കുള്ള വ്യക്തിപ്രഭാവത്തിൽ ചില കണ്ണുകടികൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൽ മുൻപന്തിയിലുള്ളത് ശ്രീ യോഗി ആദിത്യനാഥാണ്. അദ്ദേഹം ഒരു പരിധിവരെ പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് എന്ന് പറയുന്നു. പിന്നെ മോദിയുടെ ഗ്യാരണ്ടിക്കെതിരെയും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതായത് BJPയേക്കാൾ ഉയരത്തിൽ മോദിയെ പ്രൊജക്ട് ചെയ്ത് നിർത്തുന്നു എന്നുള്ള ആരോപണം ചില ആൾക്കാരിൽ അമർഷമുണ്ടാക്കുന്നു എന്നുള്ളത് സത്യമാണ്. NDAക്ക് പ്രതീക്ഷിച്ച രീതിയിലുള്ള മുന്നേറ്റം ഈ മത്സരത്തിൽ സാധിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. സഖ്യകക്ഷികൾ ഒരുപാടുള്ള ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി. പ്രാദേശിക പാർട്ടികൾ പലതും
ഇന്ത്യ മുന്നണിയിലുണ്ട്. അവരെ വിജയകരമായി അണിനിരത്താൻ ഇന്ത്യ മുന്നണിക്കായിട്ടുണ്ട്. അതായത് നരേന്ദ്രമോദിയുമായി അസ്വാരസ്യമുള്ള എല്ലാവരെയും ഇന്ത്യ മുന്നണിയിൽ അണിനിരത്തി. ചെറിയ തോതിലെങ്കിലും ഭരണവിരുദ്ധ വികാരം പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ശ്രീ മോദി വരെ പിന്നിലായിരുന്നു. വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ മോദി വിജയിച്ചുവെങ്കിലും ഭൂരിപക്ഷം 5 ലക്ഷത്തിൽ നിന്ന് 1.5 ലക്ഷമായി കുറഞ്ഞു. മോദി ആദ്യഘട്ടത്തിൽ പിന്നിലായിരിക്കുമ്പോൾ തന്നെ UPയുടെ ട്രെൻഡ് മനസ്സിലായിരുന്നു. ഉത്തർപ്രദേശിനൊപ്പം തന്നെ പശ്ചിമ ബംഗാളും പഞ്ചാബിലും BJP പിന്നോട്ടു പോയി. ഒരു പരിധിവരെ ഈ സംസ്ഥാനങ്ങൾ പിന്നോട്ടു പോകുമെന്ന് BJP പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് ഈ ഒരു അപ്രതീക്ഷിത കോട്ടം ആശ്ചര്യമുളവാക്കുന്നതായാണ് BJP വൃത്തങ്ങൾ പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം 260 സീറ്റുകൾ മാത്രമേ NDAക്ക് ലഭിക്കുകയുള്ളൂ എന്ന് നേരത്തെ അറിഞ്ഞ നരേന്ദ്രമോദി അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു എന്ന് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മോദി മനഃപൂർവ്വം 400 സീറ്റുകൾ ലഭിക്കുമെന്ന് പല തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലും പ്രഖ്യാപിച്ചത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് BJP വീണ്ടും വരും എന്നൊരു തോന്നൽ ഉണ്ടാക്കിയെടുത്ത ഒരു ട്രെൻഡ് സൃഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് BJP വൃത്തങ്ങൾ പറയുന്നു. ലോകരാഷ്ട്രങ്ങളുടെ തലപ്പൊക്കമുള്ള നേതാവ് തന്നെയാണ് നരേന്ദ്രമോദി. എത്ര ആരോപണങ്ങൾ ഉയർന്നാലും ഇന്ത്യയെ ലോക ശ്രദ്ധ ആകർഷിച്ച രാജ്യമാക്കി മാറ്റിയതിൽ ഒരു പങ്ക് ശ്രീ നരേന്ദ്രമോദിക്ക് ഉണ്ട് എന്ന് പറയാം. പലർക്കും രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയുടെ വികസനത്തിന് നരേന്ദ്രമോദിയുടെ പങ്ക് വലുത് തന്നെയാണ്. ലോകരാഷ്ട്രങ്ങൾ പലതും ഇന്ത്യയെ വികസിത രാജ്യമായി പ്രഖ്യാപിക്കാനും ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്ത്യയെ ആദരിക്കാനും കാരണം നരേന്ദ്രമോദി തന്നെയാണ്. പക്ഷേ നരേന്ദ്രമോദിയുടെ തേരോട്ടം 3-ാം അംഗത്തിൽ ഇഴഞ്ഞു നീങ്ങിയെന്ന് പറയേണ്ടി വരും. 3-ാം തവണയും പ്രധാനമന്ത്രിയായി ഇന്ത്യ ഭരിക്കാമെന്ന അമിത ആത്മവിശ്വാസം ചെറുതായെങ്കിലും ശ്രീ നരേന്ദ്രമോദിയെ ഉലച്ചു. അതുമാത്രമല്ല, അയോധ്യ വിഷയവും മണിപ്പൂർ വിഷയവും കർഷക സമരവും വർഗീയ പരാമർശങ്ങളും നരേന്ദ്രമോദി സർക്കാരിനെ ചെറുതായെങ്കിലും ഉലച്ചിട്ടുണ്ട്. താൻ എന്തു ചെയ്താലും ജനങ്ങൾ അംഗീകരിക്കും, അവരുടെ ഇടയിൽ തനിക്കൊരു സ്ഥാനം കിട്ടുമെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചത് കൊണ്ടാകാം ചെറുതായിട്ടെങ്കിലും കാലിടറിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ പറയുമ്പോഴും വിസ്മരിക്കാൻ പറ്റാത്ത മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. കോൺഗ്രസ് മുക്ത ഭാരതമെന്ന് കൊട്ടിഘോഷിക്കുമ്പോഴും ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ച് NDA പറയുമ്പോഴും ആ യാഥാർത്ഥ്യം ഇന്ത്യൻ ജനതയുടെ മുന്നിൽ മുഴച്ചു നിന്നു. ആ യാഥാർത്ഥ്യത്തിന്റെ പേരാണ് ശ്രീ രാഹുൽ ഗാന്ധി. പപ്പുമോനെന്നും മക്കൾ രാഷ്ട്രീയമെന്നും പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി നിർത്തിയ വ്യക്തിയെന്നുമൊക്കെ പലപ്പോഴും ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോഴും ജനമനസ്സുകളിൽ ഇടം പിടിക്കാൻ രാഹുൽ ഗാന്ധിക്കായി. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്ന ഭാരത് ജോഡോ യാത്രയും വിജയമായിരുന്നു. എന്നാലും കോൺഗ്രസിന് 93 സീറ്റുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. അതിൽ 18 സീറ്റുകൾ നമ്മുടെ കേരളത്തിൽ നിന്നാണ്. എന്നാൽ ഇന്ത്യ മുന്നണിയിൽ ഒരു ഡസനോളം പ്രാദേശിക പാർട്ടികളുണ്ട്. ഭരണം നേടാനായില്ലെങ്കിലും തോൽവിയാണ് ഫലമെങ്കിലും ഒരു നല്ല മത്സരം കാഴ്ചവെക്കാൻ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കുമായി. ഒരുപാട് കാലം ഈ രാജ്യം ഭരിച്ചിരുന്നത് കോൺഗ്രസ് സർക്കാർ തന്നെയായിരുന്നു. ജനങ്ങളിലേക്ക് വലിയൊരു മുന്നേറ്റം സൃഷ്ടിക്കാൻ കോൺഗ്രസിനാകാത്തത് കൊണ്ട് തന്നെയാണ് NDA തലപ്പത്തേക്കെത്തിയത്. ഇതൊക്കെ പറയുമ്പോഴും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം രണ്ടു കൂട്ടർക്കും അനുകൂലമാണ് എന്ന് പറയേണ്ടി വരും. ഇന്ത്യ ഭരിക്കാനുള്ള സീറ്റുകൾ NDAക്കുണ്ട്. എന്നിരുന്നാലും ചില ഘടകകക്ഷികളെ ആത്മാർത്ഥമായി വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. 2-3 ഘടകകക്ഷികളെ അടർത്തി മാറ്റിയാൽ ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യ രാജ്യം ഭരിക്കാൻ സാധിക്കും. ബുദ്ധിരാക്ഷസന്മാരായ നരേന്ദ്രമോദിയും അമിത്ഷായും അതിനനുവദിക്കുമോ എന്നുള്ളത് കാലം തെളിയിക്കട്ടെ. ശിവസേനയിൽ നിന്ന് പിളർന്നു മാറിയ ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിന് 7 സീറ്റുകൾ മഹാരാഷ്ട്രയിലുണ്ട്. അവർ NDA മുന്നണിയിലാണ്. എന്നാൽ ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേന ഇന്ത്യ മുന്നണിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഭാവിയിൽ ഈ 2 കൂട്ടരും എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയില്ല. അതുപോലെ തന്നെ JDU. നിതീഷ് കുമാർ ഭാവിയിൽ എങ്ങോട്ടാണ് പോകുന്നത് എന്നും അറിയില്ല. നിതീഷ് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹം പല മുന്നണികൾ ചാടിക്കളിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അത് പ്രവചനാതീതമായി തുടരുകയാണ്. മറ്റൊന്ന് TDP ആണ്, ചന്ദ്രബാബു നായിഡു. അദ്ദേഹവും ഇപ്പോൾ NDAക്കൊപ്പമാണ്. ഇവരൊക്കെ ഒരു കാലത്ത് UPAയുടെ ഭാഗമായിരുന്നു. അതായത് ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണിയുടെ ഓൾഡ് വെർഷൻ. NDAയുടെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ NDAയിലെ ചില കക്ഷികളെ അടർത്തി മാറ്റി ഇന്ത്യ മുന്നണി ഭരണം പിടിക്കാൻ ശ്രമിച്ചുവെന്നും
എന്നാൽ രാഹുൽ ഗാന്ധിക്ക് അതിനോട് വലിയ താല്പര്യമില്ല എന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ ജനവിധിയെ അംഗീകരിച്ച് പ്രതിപക്ഷ തിരിക്കാനായിരിക്കും രാഹുലിന്റെ തന്ത്രം. എന്നാൽ സമീപ ഭാവിയിൽ മമതാ ബാനർജി അതിന് ശ്രമിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. പക്ഷേ അതിന് എത്രമാത്രം പ്രാവർത്തികമാകുമെന്ന് കണ്ടറിയാം. കാരണം നരേന്ദ്രമോദിയും അമിത്ഷായും രാജ്നാഥ് സിംഗും വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞരാണ്. രാജ്യം കണ്ടതിൽ വച്ച് തന്നെ തന്ത്രങ്ങൾ മെനയാനും അത് എളുപ്പത്തിൽ നടപ്പിലാക്കാനും ഈ ത്രയത്തിന് സാധിക്കും. മാത്രവുമല്ല, അധികാരവും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയൊരു പക്ഷേ NDAയിലെ ഘടകകക്ഷികളെ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ ഇന്ത്യ സഖ്യത്തിനാവണമെന്നില്ല. RSS തലവൻ ശ്രീ മോഹൻ ഭാഗവത് കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തിയത് വലിയ വാർത്തയായതാണ്. മണിപ്പൂർ വിഷയമാണ് അദ്ദേഹം ഊന്നി പറഞ്ഞതെങ്കിലും നരേന്ദ്രമോദിക്കെതിരെയുള്ള വിമർശനം ശക്തമായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി യാതൊരു പ്രശ്നവുമില്ലായിരുന്ന മണിപ്പൂരിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും പ്രശ്നമെന്നും അവിടെ സമാധാനം പുനഃസ്ഥാപിച്ചേ മതിയാകൂ എന്നും RSS തലവൻ താക്കീത് നൽകി. മറ്റൊരു കാര്യം മോഹൻ ഭാഗവത് പറഞ്ഞത് ഭരണപക്ഷവും പ്രതിപക്ഷവും രാജ്യത്തിന് ഒരുപോലെ ആവശ്യമാണെന്നും തിരഞ്ഞെടുപ്പ് എന്നത് ഒരു യുദ്ധക്കളമാക്കി മാറ്റരുത് എന്നുമാണ്. രാഷ്ട്രീയത്തിനേക്കാളുപരി രാജ്യമാണ് വലുത് എന്ന് എല്ലാവരും ഓർക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. RSSനകത്തല്ല ഇപ്പോൾ നരേന്ദ്രമോദി എന്നുള്ള ആരോപണങ്ങൾ പാർട്ടിയിലും RSSലും നിലനിൽക്കുമ്പോഴാണ് മോഹൻ ഭാഗവത്തിന്റെ വിമർശനം വരുന്നത്. യോഗി ആദിത്യനാഥ് ഇപ്പോൾ RSSുമായി കൂടുതൽ അടുപ്പത്തിലാണ്. UPയിൽ യോഗിയുടെ ഏകദേശം 30ഓളം സ്ഥാനാർത്ഥികളെ മോദി വെട്ടിമാറ്റിയെന്നും സംസാരമുണ്ട്. ഇത് RSSനെയും യോഗിയെയും ചൊടിപ്പിച്ചുവത്രേ. എന്തായാലും കഴിഞ്ഞ 2 തവണ ശ്രീ നരേന്ദ്രമോദി ഭരിച്ചതുപോലെ ആയിരിക്കില്ല ഈ തവണ എന്നത് ഉറപ്പായി പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. വിമർശനങ്ങൾക്കതീതമായി ഒറ്റയ്ക്ക് നിലപാടെടുക്കാൻ ഒരുപക്ഷെ സാധിച്ചെന്ന് വരില്ല. കൂടിയാലോചനകൾ ഒരുപാട് വേണ്ടിവരും. അതൊരുപക്ഷെ മുൻപത്തതിനേക്കാൾ നല്ലൊരു ഭരണത്തിലേക്ക് നരേന്ദ്രമോദി സർക്കാരിനെ കൊണ്ടെത്തിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം.